നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അങ്ങനെ ഏവരും കാത്തിരുന്ന ആ നിമിഷം വന്നു ചേർന്നു. ഇനി ഇന്ത്യ മുതൽ ലണ്ടൻ വരെ നമ്മുടെ മണിയടി ശബ്ദം മുഴങ്ങും. ആയതിനാൽ തന്നെ എല്ലാവരും ഇന്ത്യയിൽ നിന്ന് ലണ്ടനിലേക്ക് ഒരു ബസ് യാത്ര എന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ തയ്യാറായിക്കോളൂ. ആദ്യത്തെ ബസ് ഋഷികേശിൽ നിന്നും അടുത്ത വർഷം ജൂണിൽ പുറപ്പെടുന്നതായിരിക്കും. ആദ്യ യാത്രയിൽ 20 പേർക്കാണ് യാത്ര സജ്ജമാക്കിയിട്ടുള്ളത്. ഗുസ്തിയിൽ സ്വർണ്ണ മെഡൽ ജേതാവായ ലഭാൻഷു ശർമ്മയാണ് ഈ സ്വപ്നയാത്ര സഞ്ചാരികൾക്കായി ഒരുക്കുന്നത്. ലോക സമാധാനത്തിനായി പ്രവർത്തിക്കുന്ന ആക്ടിവിസ്റ്റ് കൂടിയായ ലഭാൻഷു ഏഷ്യൻ ഇന്റർനാഷണൽ ഗെയിംസിലും ഇന്തോ നേപ്പാൾ ഇന്റർനാഷണൽ റെസ്ലിംഗ് ടൂർണമെന്റിലും ഓരോ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ജേതാവാകുന്നു. അതോടൊപ്പം തന്നെ ആകെ 21,000 കിലോമീറ്റർ ദൂരമാണ് ഈ യാത്രയിൽ ബസ് റോഡിലൂടെ താണ്ടുക. 75 ദിവസം നീളുന്ന യാത്രയിൽ 20 രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്. ലഭാൻഷുവിനൊപ്പം സഹോദരൻ വിശാലും ഈ ഉദ്യമത്തിൽ പങ്കാളിയാകുന്നുണ്ട്. ലോകസമാധാനം എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 2019 ഡെറാഡൂണിൽ നിന്ന് ലണ്ടൻ വരെ ഇരുവരും റോഡിലൂടെ യാത്ര ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരമൊരു ലക്ഷ്യത്തിലേക്ക് ഇവർ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നാൽ ബസ് പോകുന്ന റൂട്ട് ഇങ്ങനെയാണ്. ആദ്യത്തെ ആഴ്ചയിൽ ഋഷികേശ് മുതൽ ഇംഫാൽ വരെ, രണ്ടാമത്തെ ആഴ്ചയിൽ മ്യാൻമാറിലേക്ക് തുടർ യാത്ര. ഇതേ തുടർന്ന് വരുന്ന മൂന്നാമത്തെ ആഴ്ച മ്യാൻമാർ തായ്ലാന്റിൽ നിന്നും ലാവോസിലേക്ക്. അങ്ങനെ നാലാമത്തെ ആഴ്ച എത്തുമ്പോൾ ചൈനയിലെ ചെങ്ഡുവിലേക്ക് തുടർ യാത്ര. ഇതേ തുടർന്ന് അഞ്ചാമത്തെ ആഴ്ചയിൽ ചൈനയിലെ ഡൻഹുവാങ്ങിലേക്ക് അടുത്ത യാത്ര. ആറാമത്തെ ആഴ്ചയിൽ എത്തി നിൽക്കുമ്പോൾ ചൈനയിലെ കാശ്ഗറിലേക്കുള്ള യാത്ര. ഏഴാമത്തെ ആഴ്ചയിൽ കിർഗിസ്ഥാനിലെ ബുഷ്കെക്കിലേക്കും ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കെന്റിലേക്കും. ആഴ്ച എട്ടാമത്തേതെത്തുമ്പോൾ കസാക്കിസ്ഥാനിലെ ബെയ്നു, റഷ്യയിലെ മോസ്കോ, സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്നിവിടങ്ങളിലേക്ക് യാത്ര തുടർന്നു. ആഴ്ച 9-ലെത്തുമ്പോൾ പോളണ്ടിലെ ലാത്വിയ, ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രാഗ്, ഓസ്ട്രിയ എന്നിവിടങ്ങളിലേക്ക്. 10-ാമത്തെ ആഴ്ചയിൽ സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ച്, ഫ്രാൻസിലെ പാരീസ്, UK-യിലെ ലണ്ടൻ എന്നിവിടങ്ങളിലേക്ക്. 11-ാമത്തെ ആഴ്ചയിൽ വെയിൽസ്, സ്കോട്ട്ലാൻഡ് എന്നിങ്ങനെ നീളുന്നു യാത്ര. ഒരു സീറ്റിന് 13.99 ലക്ഷം രൂപയാണ് നിരക്ക്. ആഡംബര ബസ്സിലെ യാത്രയ്ക്ക് പുറമെ ലണ്ടനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം വിസ ഫീസ്, ഒരു ദിവസം 2 നേരത്തെ ഭക്ഷണം, ഹോട്ടൽ താമസം, പ്രാദേശിക ടൂറുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. മദ്യം, GST, ഓരോ ഇടങ്ങളിലും സ്വന്തമായി പ്ലാൻ ചെയ്യുന്ന ടൂറുകൾ എന്നിവ ഈ പാക്കേജിൽ ഉൾപ്പെടില്ല. യാത്രക്കാരുടെ കയ്യിൽ ശൂന്യമായ 10 പേജുകൾ ഉള്ളതും യാത്രാ തീയതി മുതൽ 10 മാസത്തേക്ക് സാധ്യതയുള്ളതുമായ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. ഇത്തരത്തിലാണ് യാത്രകൾ സജ്ജമാക്കിയിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.